തവണ ചോദിച്ചിട്ട് വിട്ട് കളയൂ എടുത്തി. നമ്മുടെ രാജലക്ഷ്മി ആണെങ്കിൽ എടുത്തി നിർബന്ധിക്കില്ലേ? എന്തു പറ്റി? ഏട്ടത്തെ ആദ്യം കഴിക്കാൻ വിളിച്ചു, അവള് വേണ്ടാന്ന് പറഞ്ഞു. വന്നില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കൊടുത്തേക്ക്. വേണ്ട. ഡാഡി, ലെറ്റ്സ് ഗോ. എങ്ങോട്ടാ മോളെ? ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിലേക്ക് പോവാം. അവിടെ തന്നെ കഴിക്കാം, അവിടെ തന്നെ താമസിക്കാം. ഞാൻ ചെന്ന് ബാഗ് എടുത്തോണ്ട് വരാം. ആദ്യേ അഡ്ജസ്റ്റ് ചെയ്യണം മോളെ, ഒക്കെ ശീലിക്കണം. ഐ കാൻ ഡാഡി. ഇപ്പൊ ഹോട്ടലിലേക്ക് പോയെന്ന് വെച്ച് എന്താ ഉണ്ടാവുക? പെൺകുട്ടികളൊന്നും ഹോട്ടലിൽ പോയി താമസിക്കരുത് മോളെ. എന്ത് ഭ്രാന്താ ഇതൊക്കെ? ഡാഡി, നോ ഡാഡി, I'll get the bag. ആദ്യേ, ഇത് മറ്റാരുടെയോ വീടല്ല, നിന്റെ വീടാ. ബന്ധുക്കൾ ഇവിടെ ഉള്ളപ്പോ ഹോട്ടലിൽ പോയി താമസിക്കേണ്ട കാര്യമുണ്ടോ മോളെ? ഡാഡി! ആദ്യേ, നോ മോർ ക്വസ്റ്റ്യൻസ്, ലെറ്റ്സ് സ്റ്റേ ഹിയർ. നമ്മൾ ഇവിടെ താമസിക്കണം, ഇവിടാണ് താമസിക്കേണ്ടത്. രാജിമോളെ, ആദ്യക്ക് ശ്രീനിയുടെ മുറി കാണിച്ചു കൊടുക്ക. വരൂ. ആദ്യേ, don't behave like that. Please go inside. ശരി കിഷോർ, അകത്തേക്ക് പോവാം. എന്താണ് ഇത്? നമ്മുടെ മോന്റെ റൂം അവക്ക് കൊടുത്തു, ഇനി അവ വന്നാ ഇവിടെ താമസിക്കും. 4 ദിവസത്തിൽ പോവാൻ നിൽക്കുന്നവരുമായിട്ട് എന്തിനാ ഒരു മത്സരം? വിട്ട് കള. Leave it. ശ്രീനിയേട്ടൻ ഏതാന്ന് ചിലപ്പോ കൺഫ്യൂസ് ആയി കാണും. വിരാട് കോഹ്ലി, മഹേഷ് ബാബു.
ഇവരെ രണ്ടുപേരെ എനിക്കറിയാം. പരിചയമുണ്ടോ? അല്ല, അവരല്ലേ. നമ്മുടെ പത്മചിറ്റയുടെ മകനാ. അതല്ല ഞാൻ ചോദിച്ചത്. ഫോട്ടോ കണ്ടോടനെ ചിരിക്കൂന്ന് വിചാരിച്ചത്, ദേഷ്യപ്പെടുമെന്ന് കരുതിയില്ല. നന്നായിട്ടില്ലേ? ശ്രീനിയേട്ടന് നമുക്ക് പോലും ഇഷ്ടമല്ല. അമേരിക്കൻ ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടപ്പെടാനാ? അതെന്താ ബിജു നീ അങ്ങനെ പറഞ്ഞേ? സ്റ്റൈലോ ഗ്രേസോ വല്ലതും ഉണ്ടോ ശ്രീനിയേട്ടന്? ഇവിടെ ഇതൊക്കെ ഞാൻ ഇനി സഹിച്ചുകൊണ്ടിരിക്കണോ? ഈ വീട്ടില് ഈ മുറി മാത്രമാണ് പട്ടണത്തിലെ സ്റ്റൈലിനൊത്തുള്ളത്. പ്രായപൂർത്തിയായ ഒരു ഒറ്റ ആൺകുട്ടിയല്ലേ എന്ന് കരുതി പോട്ടേന്ന് വിട്ടതാ. മിണ്ടാതിരിക്കും ബിജു. ഈ ഫോട്ടോയിൽ എല്ലാരും നിന്നെ നോക്കുന്നത് പോലെ ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ എടുത്ത് മാറ്റാം. ആ ചേച്ചി അതിനെങ്ങനെ പറഞ്ഞോ? നീ ആയിട്ട് എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? ആ നോട്ടത്തിന്റെ അർത്ഥം അതാണ്. എടുത്തു മാറ്റ്. ഈ ഫോട്ടോയിൽ എടുത്തു മാറ്റാൻ ഏട്ടൻ സമ്മതിക്കില്ല. ഈ കാര്യം അച്ഛനോട് പറയണം. പ്ലീസ് ലീവ് മീ അലോൺ. എന്താ പറഞ്ഞേ? പോവാനാ പറഞ്ഞത്. വാ ബിജു. മോളെ ആദ്യ, യു ഫീൽ ഫ്രീ. എനിക്കിവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല ഡാഡി. ഓക്കേ, ഒന്ന് പതുക്കെ പറ. ഈ ഒരൊറ്റ ദിവസം മാത്രമേ ഞാൻ ഇവിടെ നിൽക്കൂ ഡാഡി. ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞ് ഫോഴ്സ് ചെയ്യല്ലേ. അല്ല, അമ്മയും അവരും തമ്മിൽ വ്യത്യാസമല്ലേ? അവര് തന്നെ എന്റെ ബാഗ് എടുത്തു വെക്കാന്ന് പറഞ്ഞ് എടുത്തു വെക്കുന്നു. എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് എന്താ വേണ്ടതെന്നൊന്നും അവര് ചോദിക്കില്ലേ? അമ്മയായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യാ ഡാഡി? ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഡാഡി. ഹോട്ടൽ അല്ലെങ്കിൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കും. ഫോർമാലിറ്റീസ് എന്തൊക്കെയാണോ അതൊക്കെ തീർത്തിട്ട് എത്രയും പെട്ടെന്ന് പോവാൻ പറ്റൂ അത്രയും പെട്ടെന്ന് എവിടുന്ന് പോയേ പറ്റൂ. അത്രേ ഉള്ളൂ. അവളോട് സ്നേഹമാണ്. എന്റെ അനുജത്തി അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അവളെ നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ
എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഈ വീട്ടിലെ രീതികൾക്കനുസരിച്ച് ആദ്യക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആവശ്യമില്ലാത്ത തലവേദനയായിരിക്കും നിങ്ങൾക്ക്. സന്ധ്യയ്ക്ക് നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ അനുഭവിക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. സ്വന്തം അച്ഛൻ എന്ന നിലയ്ക്ക് എന്റെ മോളുടെ മനസ്സെന്താന്ന് എനിക്ക് നല്ലോണം അറിയാം. ആദ്യം ഇനി മുതൽ എന്റെ മോള. എന്നെ വിട്ട് ദൂരേക്ക് പോയ എന്റെ അനുജത്തിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാന്ന്. പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ എല്ലാവർക്കും ചെറിയൊരു ദേഷ്യമുണ്ട്. പക്ഷെ എല്ലാം കലങ്ങിത്തെളിഞ്ഞ് ആദ്യം എല്ലാരും സ്നേഹിക്കുന്ന ഉറപ്പുണ്ട്. നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കാതെ സന്തോഷത്തോടും സമാധാനത്തോടെയും ഓസ്ട്രേലിയക്ക് പോവാൻ നോക്ക്. ആദ്യ, നീ കേട്ടില്ലേ നിന്റെ അമ്മയുടെ ചേച്ചി എന്താ പറഞ്ഞതെന്ന്? ഇന്ന് മുതൽ നീ അവരുടെ മകളാണ് പോലും. അത് അവര് മാത്രം തീരുമാനിച്ചാ മതിയോ? ഒരു ബന്ധമുള്ളത് കൊണ്ട് വല്യമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കാൻ ചെയ്തു. ബട്ട് ഇമോഷൻസ് അല്ലാണ്ട് അമ്മ എന്ന് വിളിക്കാൻ പറഞ്ഞു ഞാൻ എങ്ങനെ വിളിക്കാനാ? നിന്റെ മമ്മയുടെ അവസാനത്തെ ആഗ്രഹം കാരണം ചിതാഭസ്മം നദിയിൽ ഒഴുക്കാൻ വേണ്ടി വന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ വില്ലേജില് ഇതുപോലത്തെ ഒരു വീട്ടില് ഇവരുടെ കൂടെ വീർപ്പ് മുട്ടി ജീവിക്കുന്നതാണ് മമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്നാ പറയുന്നത്. ആ സെന്റിമെന്റിന്റെ പേരും പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ സെറ്റിൽ ആവണമെന്നാ അവര് പറയുന്നത്. ആദ്യ, നീ നിന്റെ മനസ്സ് തൊട്ടൊന്ന് പറഞ്ഞേ, നീ കോംപ്രമൈസ് ആവോ? നോ, നെവർ. പ്രേമിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് നിന്റെ മമ്മയെ ഈ നാട്ടിൽ നിന്ന് തന്നെ അടിച്ച് പായിപ്പിച്ച അവരോട് നിനക്ക് ദേഷ്യമാണ് തോന്നണ്ടേ? നിന്റെ മമ്മയെ സ്വീകരിക്കാത്ത ആളുകളോട് നിനക്ക് വെറുപ്പാണ്. നിന്നെ കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റുമോ? പറ്റുമോന്ന്? നിന്നെ കൊണ്ട് പറ്റില്ല. ഡാഡിക്ക് ഓസ്ട്രേലിയ പോണെങ്കിൽ പോയിക്കോട്ടെ. യു ക്യാൻ ഗോ ടു അമേരിക്ക. നിനക്ക് ആരും ഇല്ലെങ്കിൽ ആരും വേണ്ട. നിനക്ക് നീ തന്നെ പോരെ. നിനക്ക് കൂട്ടിന് നീ പോരെന്ന്. എങ്ങനെങ്കിലും ജീവിക്കുന്നുള്ള ധൈര്യം ഉണ്ടല്ലോ. ഈ നാട്, ഈ വീട്, ഇവിടുത്തെ ആളുകള് ആരും വേണ്ട. ആരും എനിക്ക് വേണ്ട. ആരും വേണ്ട. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചൂടെ? അത് സാരല്ല ഏട്ടാ. സാരല്ല, നീ സത്യം പറയും. അത് മറ്റൊന്നുമല്ല. ഈ വീട്ടിലെ ആണുങ്ങളുടെ കൂടെ ഇരുന്ന് പെണ്ണുങ്ങള് ഭക്ഷണം കഴിക്കുന്ന ശീലം ഇല്ലെന്നേ. വേണ്ട, നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട. സുഭദ്രാമ്മയല്ലേ സീനിയർ സിറ്റിസൺ. ഈ വീട്ടിൽ അതിൻ്റെതായ ബഹുമാനമുണ്ട്.
ഞങ്ങളുടെ മോളോട് വരാൻ പറഞ്ഞു. അതിഥികൾക്കൊന്നും ഈ നിയമം ബാധകമല്ല. ആ, ഭക്ഷണത്തിന്റെ കാര്യത്തിലാ. ആ, അത് പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടുമെന്ന് പറഞ്ഞെന്നേ ഉള്ളു ഏട്ടാ. നിങ്ങളുടെ രീതികളൊക്കെ നന്നായിട്ടുണ്ട്. കറികളൊക്കെ എങ്ങനെയുണ്ട്? നൈസ്. ഇതിനും നല്ല രുചിയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. നിങ്ങളിവിടെ ഉള്ളത് കൊണ്ടാ ഇങ്ങനെ. അല്ലെങ്കിൽ ഇവിടെ യാതൊരു ശബ്ദവും ഉണ്ടാവില്ല. കഴിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. മനുഷ്യര് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും ഈ വീട്ടിലെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുകയാണെന്നർത്ഥം. കുറച്ചുകൂടി വിളമ്പട്ടെ? വേണ്ട വേണ്ട, മതി. നമ്മുടെ ജാനകി പെങ്ങൾ ഉണ്ടാക്കിയതാ. നാണിക്കാതെ കഴിച്ചോളൂ. അവസാനം ഞാൻ കൈ പോലും വിടാറില്ല. കാണണോ? ആ ആ ആ ആ. എന്താ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. എന്ത്? നിനക്കെന്താ സംസാരിക്കാൻ അറിഞ്ഞൂടെ? ഒന്ന് ഒച്ചയെടുത്ത് പറ. വീട്ടില് അച്ഛനുള്ള സമയത്ത് ആരും തന്നെ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. ആഹാ, നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഭക്ഷണമല്ലേ? 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 എനിക്കിപ്പോ തീരെ വിശപ്പില്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, കുറച്ചെങ്കിലും കഴിച്ചൂടെ? നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? വിശക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടും എന്താ നിർബന്ധിക്കുന്നേ? ശ്ശേ. എന്റെ ഈശ്വര, ആദ്യം ഈ വീട്ടിലെ രീതികളും ശീലങ്ങളും ആയിട്ടൊക്കെ പെട്ടെന്ന് ഇണങ്ങിക്കോളൂന്ന് ഞാൻ ഇദ്ദേഹത്തോട് പറയാനിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുമോ? ക്ഷമിക്കണം. ഒരുപാട് ലാളിച്ച് വളർത്തിയതാ. മാത്രമല്ല ഫോറിൻ കൾച്ചറുവാ. ഇവിടുത്തെ രീതികളൊന്നും അറിയില്ലല്ലോ. പതുക്കെ പതുക്കെ അവള് തന്നെ അതൊക്കെ. രാവിലെ എത്ര മണിക്കാ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞേ? 7 മണിക്ക്. നന്നായി. വൈകുന്നേരം 5 മണിയാകുമ്പോ ഈ വീട്ടിലുള്ള എല്ലാവരും ഞങ്ങളുടെ വളം വെച്ചിരിക്കുന്ന കടയിലേക്ക് പോകും. എന്റെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന പൂജയാ. അദ്ദേഹം ഉണ്ടല്ലോ, സ്വർഗത്തിലേക്ക് പോയിട്ട് കുറെ കാലമായി. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങുമ്പോ നിങ്ങൾ ആരും ഉണ്ടാവില്ല അല്ലേ? ഞാനിവിടെ ഉണ്ടാവും. അദ്ദേഹം പോകുന്ന സമയം വേണമെങ്കിൽ ജാനകി ഇവിടെ തന്നെ നിന്നോട്ടെ അമ്മേ. ആ, സാരമില്ലടാ. ഞാൻ കുറച്ചും കൂടെ വിളമ്പി തരട്ടെ ഏട്ടാ? വേണ്ട വേണ്ട, മതി. ആദ്യം ഇവിടെ വിട്ടിട്ട് പോവാന്ന് ഇതുവരെ ഇവരാരും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ പറയും? എന്റെ ഈശ്വര, എനിക്കൊരു വഴി കാണിച്ചതാ.
നിനക്ക് കാണാൻ പറ്റാത്തത്ര ദൂരത്തേക്ക്, നീ വിളിച്ചാ വിളി കേൾക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് ഞാൻ പോകും. എന്റെ മോക്ക് നല്ല ബുദ്ധിയാണെന്ന് മമ്മ എപ്പോഴും എല്ലാവരോടും പറയാറില്ലേ? പക്ഷെ ഞാൻ വെറും ഒരു മണ്ടിയാണ് മമ്മ. അമ്മ എന്നെ വിട്ടിട്ട് എന്നേക്കുമായി പോവാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് എത്രയോ തവണ പറഞ്ഞിട്ടും ഞാനത് കാര്യമാക്കിയില്ല മമ്മ.